കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് നാളെ കാണാൻ പോകുന്ന എപ്പിസോഡ് ഇന്ന് രാത്രി തന്നെ ഇടാൻ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്ന കൊണ്ട് മാത്രം ഇപ്പം ഇത്രയും നേരത്തെ ഇടുവാന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പം നാളെ കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് പ്രധാനമായ കാര്യം വിഷ്ണു ശാലിനി ഡിവോഴ്സിലേക്ക് ആകുമോ, വിഷ്ണുവിൻ്റെ ഡിവോഴ്സ് ലെറ്ററിലേക്ക് ശാലിനി ഒപ്പിട്ട് കൊടുക്കുമോ എന്നതാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് സത്യഭാമ എല്ലാവരോടും പറയില്ല, അത് വക്കീൽ പറഞ്ഞു ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൺസേൺ ലെറ്റർ ഒപ്പിട്ട് കിട്ടാതെ ഒരു രീതിയിൽ മാരേജിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാർത്തിക വിഷ്ണു മാരേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് തരാൻ പറ്റത്തില്ല എന്ന് വക്കീൽ പറഞ്ഞതോടെ തന്നെ സത്യഭാമ എന്താണ് ഏറ്റെടുക്കുകയാണ് ആ ഒരു ഉത്തരവാദിത്തം. അത് ശാലിനിയെ കൊണ്ട് വിവാഹമോചനത്തിൽ ഒപ്പിടിപ്പിക്കാൻ ഞാൻ ധാരാളം മതി. വിഷ്ണു ആണെങ്കിലോ അല്ലമ്മേ ശാലിനിയുടെ ഇന്നത്തെ പദവിക്ക് എന്നെ പിടിച്ച് ശാലിനി ജയിലിനകത്തെങ്ങാണ് ഇട്ടാലോ, അതുകൊണ്ട് അയ്യോ എനിക്ക് വയ്യമ്മേ എനിക്ക് പേടിയാന്നൊക്കെ വിഷ്ണു പല രീതിയിൽ അടവ് പറയാൻ നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ അടവുകളെക്കാൾ ഒരു ചവിട്ടുപടി മുന്നിൽ തന്നെ ചവിട്ടിയാണ് സത്യഭാമയുടെ ഈ വെട്ടത്തെ കളി. പക്ഷേ സത്യഭാമ കളിക്കാൻ പോകുന്ന കളീനെ വെല്ലുന്നൊരു കളിയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാനിരിക്കുന്ന ഒരു കാര്യം. അതും കാണാൻ ആരും മറക്കണ്ട. അപ്പോൾ എന്താണ് രാഘവേട്ടനും വിഷ്ണുവും ശ്യാമയും എല്ലാവരും തന്നെ ഭയങ്കര സങ്കടത്തിനകത്ത്. കാരണം സത്യഭാമ എന്താണ് ഞാൻ ഒപ്പിടിപ്പിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ റൂമിലേക്ക് കയറി ചെല്ലുകയും ചെയ്ത് ലാസ്റ്റ് വിഷ്ണു പേടിച്ചെന്താണ് സങ്കടവും പേടിയും വിഷമം എന്തായി തീരുമെന്ന് അറിയാത്ത ഒരു ആശങ്ക കൊണ്ട് തന്നെ നേരെ റൂമിൽ പോയി സങ്കടപ്പെടുക. ശാലിനി ഒപ്പിട്ട് കൊടുക്കുമോ, അമ്മ എന്തായി ശാലിനിയോട് പ്രവർത്തിക്കാൻ പോകുന്നത്, എന്ത് പറഞ്ഞ് ഒപ്പിടിപ്പിക്കും, അയാളാണെങ്കിൽ ഞാൻ കാർത്തിക വിവാഹം കഴിച്ചോ എന്ന സങ്കടത്തിനകത്ത് ഇരിക്കുവാണ്. അതിൻ്റെ കൂടെ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാക്കി വിവാഹമോചനത്തിൽ കൂടെ ഒപ്പിടാനൊക്കെ പറഞ്ഞാൽ ശാലിനി തകർന്നു പോകത്തില്ലേ, ശാലിനി അങ്ങനെ അമ്മ വിഷമിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലോ എന്നൊക്കെ വിഷ്ണു മനസ്സിൽ ഒരു ഭാഗം ചിന്തിക്കുന്നുണ്ട്. ഇവിടെ രാഘവേട്ടനാണെന്ന് വിഷ്ണു ആണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ വിഷ്ണുവിനൊന്ന് നോക്കുന്നുണ്ട്. കാരണം നിനക്ക് നിൻ്റെ അമ്മ പറഞ്ഞിട്ട് തിരിച്ചൊരു വാക്ക് പറയാൻ ഇല്ലാത്ത രീതിയിലെ അവസ്ഥയിലേക്ക് നീ തരം താഴ്ന്ന് ഇറങ്ങിയല്ലോ മോനെ എന്ന രീതി രാഘവേട്ടൻ നോക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിലോ ശ്യാമയെ വിളിച്ച് പറഞ്ഞില്ല, അതായത് വിഷ്ണു കാർത്തിക വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു കാര്യം ശ്യാമയെ വിളിച്ച് പറഞ്ഞിട്ടും വിഷ്ണുവേട്ടൻ ഈ വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ തിരിച്ച് അമ്മയോട് ഒരു വാക്ക് പറയാതെ, അതായത് ശാലിനി ഒപ്പിട്ടാൽ നിനക്ക് ഒപ്പിടാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന കാര്യത്തിലും വിഷ്ണു സമ്മതം മൂളിയപ്പോഴത്തേക്കും ശ്യാമയ്ക്കും അവിടെ ഭയങ്കര ആശയക്കുഴപ്പമാണ്. ശ്യാമ എന്താണ് ഇങ്ങനെ സെറ്റിക്കാത്തിരുന്ന ഹാളിൽ തന്നെ ഇരുന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യഭാമ റൂമിൽ പോയിട്ട് ആദ്യം തന്നെ ഒരു സൂട്ട് കേസ് എടുത്ത് വെക്കുന്നുണ്ട്. ആ സൂട്ട് കേസിനകത്ത് എന്താണ് എടുത്ത് വെക്കുന്നുള്ള കാര്യം ആദ്യമൊന്നും ആർക്കും അറിയത്തില്ല. അതിനുശേഷം എന്താണ് സത്യാമ്മ ഇങ്ങനെ സൂട്ട് കേസിനകത്ത് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന കാണുമ്പോൾ തന്നെ വിഷ്ണുവിന് ഭയങ്കര ഒരു പേടിയാണ്. കാരണം എന്തായിരിക്കും അമ്മ ഇനി ശാലിനിയെ ചെയ്യാൻ പോകുന്നത്, ഇനി ശാലിനിയെ കൊന്നു തന്നെ കളയോ അമ്മ എന്നൊരു പേടിയും വിഷ്ണുവിനുണ്ട്. കാരണം അമ്മയ്ക്ക് വെട്ടൊന്ന് മുറി രണ്ടെന്ന സ്വഭാവത്തിനകത്തായതുകൊണ്ട് അമ്മ ആണെങ്കിൽ സ്ഥലകാലബോധം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു കൂട്ടത്തിനകത്താണ് എന്ന ഒരു പേടിയൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിലാക്കുക. വിഷ്ണുവിനാണെങ്കിൽ ശാലിനിയുടെ സങ്കടം ഒരറ്റത്തേക്ക് പേടിയുണ്ട്. അമ്മ എന്ത് പ്രവർത്തിക്കും, അമ്മയുടെ വായിൽ നിന്ന് എന്തൊക്കെ വീഴും, ഈ ഡിവോഴ്സ് ലെറ്റർ ഒപ്പിട്ട് തരാൻ വേണ്ടി ശാലിനി എന്തൊക്കെ രീതിയിൽ നോയിക്കുമെന്ന പേടിയും വിഷ്ണുവിൻ്റെ മനസ്സിലിരിക്കും. അങ്ങനെ വിഷ്ണു പുറത്തിറങ്ങി നിന്ന് എന്താണ് ഇങ്ങനെ ഈ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ കാർത്തിക വരുവാണ്. അപ്പോൾ കാർത്തിക വിഷ്ണുവിൻ്റെ തോളിൽ കൈ വെക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. പക്ഷേ എന്നാലും കാർത്തിക എന്താണ് മത്സരി പറഞ്ഞതിന് അത്രയും രീതിയിൽ തരം താഴ്ന്നിറങ്ങാൻ കാർത്തികയുടെ മനസ്സ് അനുവദിയില്ല. കാരണം മനസ്സിലൊരു പുരുഷനായ ഹർഷനെ സ്നേഹിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മേൽ തൻ്റെ വിരൽ സ്പർശം പെടുന്നത് തെറ്റാണെന്നുള്ള ബോധം ഇതുവരെ കാർത്തികയ്ക്കുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് കൈ അങ്ങ് തിരിച്ച് പിൻവലിക്കും. എന്നിട്ട് വിഷ്ണുവിടെ വിഷമിക്കേണ്ട ശാലിനി ഒപ്പിട്ട് കൊടുക്കുമെന്നുള്ള പേടിയാണോ ചോദിക്കുമ്പം ആ ഒരു പേടി എനിക്കില്ല, ശാലിനി ഒരിക്കലും ഒപ്പിടത്തില്ല എന്ന് എനിക്ക് സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണ് വിഷ്ണു പറയുന്നത്. ഈ സത്യഭാമ എന്താണ് പെട്ടിയിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന കണ്ട് ആ ഡിവോഴ്സിൻ്റെ വേണ്ടിയിട്ടുള്ള മ്യൂച്വൽ കൺസെൻ്റ് ലെറ്ററും കൂടെ എടുത്ത് വെക്കുന്ന കണ്ട്. അപ്പോഴത്തേക്കും ഹാളിൽ വന്നിട്ട് സത്യഭാമ ചോദിക്കുവാണ്, എടാ വിഷ്ണു ഞാൻ നിന്നോട് അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക, ഈ കത്തിനകത്ത് ശാലിനി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഭാഗത്ത് നിന്ന് ഒപ്പിടാൻ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, നിനക്ക് അപ്പോഴത്തേക്കും ശാലിനി നിന്നെ പിടിച്ച് ജയിലിടുന്നുള്ള പ്രശ്നം ആ പേടിയൊക്കെ നിനക്ക് അതോട് തീരത്തില്ലേ, പിന്നെ നിനക്ക് വേറൊരു രീതിയിലെ ഇഷ്യൂസ് ഇല്ലല്ലോ ചോദിക്കുമ്പം വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ ധൈര്യം ശാലിനി ഒപ്പിട്ട് കൊടുക്കത്തില്ല എന്നതാണ് വിഷ്ണുവിൻ്റെ ധൈര്യം. പക്ഷേ ആ ധൈര്യത്തിനൊക്കെ ഒരു ചെറിയ മാറ്റം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് സത്യഭാമയോട് വിഷ്ണു പറയുകയാണ്, ഇല്ല അമ്മ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക്ക് ഭയങ്കര പേടി, ഇനി വിഷ്ണു ഒപ്പിട്ടെങ്ങാണം കൊടുക്കുവോ, പിന്നെ ലാസ്റ്റ് എന്താകും എന്നൊക്കെ ഒരു പേടി കാർത്തികയുടെ മനസ്സിനകത്തുണ്ട്. ശ്യാമയ്ക്കാണെങ്കിൽ വിഷ്ണുവിൻ്റെ പ്രവർത്തനം ഒരു രീതിയിലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സത്യഭാമ കാറിലേക്ക് ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു വെച്ച് പോകുമ്പോഴും ആ കാറിൽ ഭയങ്കര ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു മുഖഭാവത്തിനെ തന്നെ ഈ കൈ എന്താണ് ആ പെട്ടിയുടെ മണ്ടേ തന്നെ എന്തോ ഒരു കനകം കൊണ്ട് പോകുന്ന രീതിക്കകത്താണ് ആ പെട്ടിയുടെ മണ്ടേ കഴിച്ച് ഞാൻ ഇപ്പം എല്ലാം
കാണിച്ചു തരാം എന്നുള്ള മട്ടിലേക്ക് നേരെ പോകുമ്പോൾ വഴിയിൽ നിന്നാണ് ശാലിനിയെ കാണുന്നത്. അപ്പോഴത്തേക്കും ശാലിനി പറയുമോ, സത്യാമ്മ എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ സത്യാമ്മയെ കാണാൻ നേരിട്ട് വന്നേനല്ലോ ശാലിനി ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇനി വഴി കാണുന്നതാണ് നല്ലത്, കാരണം ഞാൻ നിൻ്റെ വീട്ടിലേക്കോ നീ എൻ്റെ വീട്ടിലേക്കോ ഇനി കയറേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ കൂടിക്കാഴ്ചകളൊക്കെ സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ തന്നെയാണെന്ന് പറയുമ്പം ശാലിനി പറയുന്നത്, അങ്ങനെ അവസാനിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമാണ് സത്യാമ്മ നമുക്ക് തമ്മിലുള്ളത്. അങ്ങനത്തെ ഒരു ബന്ധമുള്ളല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ ശാലിനി വന്നിട്ട് തിരിച്ച് ശാലിനിയോട് ഇവിടെ പറയുന്ന കാണിക്കുമ്പം ഇവിടെ വിഷ്ണു ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇരിക്കും. അപ്പം വിഷ്ണുവിൻ്റെ ടെൻഷൻ കണ്ടിട്ട് കാർത്തിക് പറയുക, വിഷ്ണുവേട്ടന് പേടിയാണോ ശാലിനി എന്താണ് ആ ഡിവോഴ്സ് പേപ്പറിനകത്ത് ഒപ്പിടുമോ എന്നുള്ള പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് ആ പേടിയൊന്നുമില്ല, പക്ഷേ അമ്മയുടെ പെട്ടിയിൽ എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഈ പറയുന്നത് വിഷ്ണുവേട്ടൻ പേടിക്കേണ്ട, ശാലിനി എന്തായാലും ഒപ്പിട്ട് കൊടുക്കത്തില്ല എന്നൊരു വിശ്വാസമല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതല്ലടോ, അമ്മ ആ പെട്ടിയിൽ എന്താ എടുത്ത് വെച്ചെന്നാണ് നമുക്കറിയാത്തതെന്ന് പറയുമ്പോഴത്തേക്കും കാണിക്കുന്നത് സത്യഭാമ ആ പെട്ടിയിലേക്ക് റിവോൾവർ എടുത്ത് വെക്കുന്ന പോലെയാണ് സീൻ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, അമ്മ ഇനി റിവോൾവറും കൊണ്ടുപോയി ശാലിനിയെ ഭീഷണിപ്പെടുത്തിയാലോ ഒപ്പിടിപ്പിക്കുമോ, അല്ലെങ്കിൽ ശാലിനിയുടെ വീട്ടിലുള്ള ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമോ എന്നൊക്കെ പേടിയൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ടെൻഷനകത്താണ് വിഷ്ണു നിൽക്കുന്നത്. ഇവിടെ കാണിക്കുന്ന സംസാരത്തിലേക്ക് സത്യഭാമ എന്താണ് ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. എന്താണ്, നീ എൻ്റെ മകൻ്റെ ലൈഫിൽ നിന്ന് നീ ഒഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. നീ പറഞ്ഞില്ലേ നിനക്ക് എൻ്റെ വീട്ടിൽ കയറി വരാനുള്ള ബന്ധമുണ്ട്, അങ്ങനെ അറുത്ത് കളയാൻ പറ്റുന്ന ബന്ധമല്ലെന്ന് പറഞ്ഞില്ലേ, അത് അറുത്ത് കളയാൻ തന്നെയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം ശാലിനി ഞെട്ടിപ്പോണ്. നിന്നെ കൊണ്ട് എനിക്ക് ഒറ്റൊരു കാര്യത്തിൻ്റെ ഉപകാരമുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തേക്ക് നിന്നെയും കണ്ടുപോലെ നിന്നെ മുഖം കാണിക്കാൻ ഞാൻ ഒരു കാലത്ത് നിൻ്റെ ഭാഗത്തേക്ക് വരത്തില്ല. പിന്നെ ഇനി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച കാണാൻ പാടില്ല. അതുകൊണ്ട് ഈ നടുവഴി വെച്ചുള്ള ഈ കൂടിക്കാഴ്ച തന്നെ ഇപ്പം ഏറ്റവും നല്ലത്. ശാലിനി, ഞാനൊരു കാര്യം നിന്നോട് പറയാം. നീ എൻ്റെ മകനെ കുറേ കാലം സ്നേഹിച്ചിരുന്നു, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ആ സ്നേഹത്തിനൊന്നും ഇനി ഒരു പ്രസക്തിയില്ല, കാരണം അവൻ മറ്റൊരു വിവാഹം കഴിച്ചു. അവന് ഇനിയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അവനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി കുറേ കാലം കൊണ്ട് നീ അവൻ്റെ ഭാര്യയായിട്ട് ഇരുന്ന കാലത്തിനകത്ത് ഇങ്ങനെ ശാലിനി നീ അവനെ ഒച്ചിരി മനസ്സമാധാനത്തിൽ ജീവിക്കാൻ നീ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ കഴുത്തിൽ നിർബന്ധമായി നീ പറഞ്ഞിട്ടാണ് എൻ്റെ മകൻ താലി കെട്ടിയത്. അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ എന്നിട്ടും നീ എൻ്റെ വീട്ടിൽ മരുമകളായി വന്നപ്പോൾ നിന്നെ ഇരു കൈ നീട്ടി പൂർണ്ണ മനസ്സിൽ ഞാൻ സ്വീകരിച്ചവളാ. ആ സ്വീകരിച്ച സ്വീകരണമൊക്കെ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഓർമ്മ കാണുമല്ലോ. കാരണം ഒരറ്റത്ത് സുസ്മിത എന്നൊരു രാക്ഷസി, മറ്റൊരറ്റത്ത് സത്യഭാമ എന്നൊരു കൊടും രാക്ഷസി, ഈ രണ്ടിന് നടുക്ക് ശാലിനി പെട്ട പാടും പെടാത്ത പാടൊക്കെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത കഥയാണല്ലോ. അപ്പോൾ ശാലിനിക്ക് ഇത് കേട്ട് ഭയങ്കര സങ്കടം തോന്നുവാണ്. അവൾ സത്യം പറയാം, നീയോ അവനെ കൊണ്ട് നിർബന്ധപൂർണ്ണമായി അവനെ കൊണ്ട് നിൻ്റെ കഴുത്തിൽ താലി കഴിപ്പിച്ചു, എന്നിട്ട് നീ അവനെ അനുസരിച്ച് ജീവിച്ചോ? അതുമില്ല. അവൻ എല്ലാ കാലത്തും നിൻ്റെ കൂടെ നിന്നിട്ടും നീ അവനെ ചതിച്ചിട്ട് പോയതല്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല സത്യമേ. നീ ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി, ഇങ്ങോട്ടേക്കൊന്നും സംസാരിക്കാൻ വരേണ്ട ശാലിനി, എനിക്കിന്ന് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം ശാലിനി ഇതൊക്കെ കേട്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും സത്യഭാമ പറയുന്നുണ്ട്, നിന്നെ ഞാൻ സ്വീകരിച്ചെങ്കിൽ നീ എൻ്റെ വീട്ടിൻ്റെ ചിട്ടയ്ക്കും വട്ടത്തിനനുസരിച്ച് നീ ജീവിക്കാൻ നിന്നോ? അത് നിന്നില്ല. നിനക്ക് നിൻ്റെ തന്നിഷ്ടം നടക്കണം. തന്നിഷ്ടം നടക്കത്തില്ല കണ്ടപ്പം നീ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശാലിനി അങ്ങനല്ല പോയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്തിന് വിഷ്ണുവിന് പോലും മനസ്സിലായിട്ടുണ്ട് ശാലിനി എന്തുകൊണ്ടാണ് ഓടി ഒളിച്ചതിൻ്റെ കാര്യം. കാരണം അമ്മയ്ക്ക് താൻ കൊടുത്ത സത്യം അതിനെ പേടിച്ചിട്ട് തന്നെയായിരിക്കും വിഷ്ണുവിൽ നിന്ന് ശാലിനി അകന്നെന്ന് വിഷ്ണുവിനറിയാം. അപ്പോഴത്തേക്കും സത്യഭാമ ഇതൊന്നും അറിയാതെ വിഷ്ണു ശാലിനി അങ്ങ് വെറുത്തു പോയി എന്ന മട്ടി ശാലിനിയോട് അങ്ങ് സംസാരിക്കണം. കാരണം എന്താ, ഞാൻ ഇപ്പം നിന്നോട് വന്നില്ലേ, ഈ കാര്യം പോലും അറിഞ്ഞിട്ടും എൻ്റെ മകൻ എന്നെ തടഞ്ഞിട്ടില്ല. കാരണം എന്താണ്, നീ ഇപ്പം അവൻ്റെ മനസ്സിൽ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ അവനെ കളഞ്ഞിട്ട് അവനോട് പോലും ഒരു അക്ഷരം പറയാതെ നീ ഇറങ്ങിപ്പോയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം നിനക്ക് തിരിച്ചു വന്നപ്പോൾ നിൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു നീ തിരിച്ചു വന്നപ്പം ആരെയാണെന്ന് അറിയാത്തൊരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും നിനക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ തരും? ഏത് പുരുഷനെ കഴിയോടി അങ്ങനെ തരാൻ വേണ്ടിയിട്ട്? കാരണം ഈ കൊണ്ടുവന്നിരിക്കുന്ന ആ കൊച്ചില്ലേ, അത് ആരാന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞ അത് നിൻ്റെ മോളാന്ന് പറഞ്ഞു. നിൻ്റെ മോളാണെങ്കിൽ അത് പോരാത്തനെന്താണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചോരയെന്ന് പറഞ്ഞു. എന്നാൽ അതിനുള്ള തെളിവ് ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് മിണ്ടാട്ടമില്ല. സത്യമേ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. വിഷ്ണുവേട്ടനല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല. മതി ശാലിനി, ഇതൊന്നും കേൾക്കാനില്ല. നിനക്ക് തെളിയിക്കണമെങ്കിൽ അതിനൊക്കെ സമയമുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു പോയി. ശാലിനി, എൻ്റെ മകൻ കാർത്തിക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവൻ ഇപ്പം തേണ്ട ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവനൊരു ജീവിതം വേണമെന്ന് തോന്നി. അവൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ ക്ഷണിച്ച് കൊണ്ടുവന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്കെന്താ അറിയോ? അമ്മേ, ക്ഷമിക്കുന്നതിനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അവന് നിന്നെ വേണ്ട, നീയുമായിട്ടുള്ള ജീവിതം അവന് വേണ്ട. ഏത് പുരുഷന് സഹിക്കാൻ പറ്റും? കാരണം മറ്റൊരാളുടെ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആര് സ്വീകരിക്കും? ഒരു പുരുഷനും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത തെറ്റാണ് നീ ചെയ്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സത്യാമ്മേ. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനില്ല. മതി ശാലിനി എന്ന് ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിന്നുമായിട്ട് തർക്കിക്കാനോ നിൻ്റെ സത്യാവസ്ഥകൾ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ വന്നത്. അതിനൊക്കെ സമയം കഴിഞ്ഞു. ശാലിനി, നീ പറഞ്ഞില്ലേ നിനക്ക് വിഷ്ണുവേട്ടനെ അത്രമാത്രം ഇഷ്ടമാണ്. ഇന്നും നിനക്ക് ആ ഇഷ്ടം അവശേഷിക്കുന്നുണ്ടോ? അതായത് വിഷ്ണു മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നിനക്ക് അതേ ഇഷ്ടമുണ്ടോന്നാണ് ഞാൻ ചോദിച്ചെന്ന് പറയുമ്പം ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മേ, എനിക്ക് വിഷ്ണുവേട്ടനെ അന്നും ഇന്നും എന്നും പ്രാണന. ഒരു കടുകുമണിയുടെ അളവിൽ പോലും സ്നേഹം എന്നാണ് കുറഞ്ഞിട്ടില്ല.
വിഷ്ണുവേട്ടനോട് എനിക്ക് ഓരോ ദിവസം സ്നേഹം കൂടിക്കൂടി വരുന്ന, അല്ലാതെ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് എനിക്ക് ഒരു കാരണവശാലും ഒരു കടുകുമണിയുടെ അളവിന് പോലും എനിക്ക് സ്നേഹം കുറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ശാലിനി നീ പറഞ്ഞ ഈ വാക്കൊക്കെ സത്യമെന്നുണ്ടെങ്കിലേ നീ ആ സത്യം തെളിയിക്കണം. അതായത് നിനക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണെങ്കിൽ, നിനക്ക് വിഷ്ണുവിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുള്ള കാര്യം നീ തെളിയിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും, എന്ത് ചെയ്ത് തെളിയിക്കണം സത്യം? പിന്നെ അതിൻ്റെ ജീവൻ തന്ന് തെളിയിക്കണം. നീ ജീവനൊന്നും തരണ്ട, നീ ചെറിയൊരു ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ ആ കാറിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ആ പെട്ടി അങ്ങ് തുറക്കും. അപ്പം ശാലിനി പെട്ടി നോക്കുമ്പോൾ പെട്ടി നിറയെ ഫുൾ എന്താണ് ക്യാഷാണ് ഈ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടിയിൽ തോക്കല്ല എന്ന് കാശാണ്, കൂടാതെ ഒരു ബ്ലാങ്ക് ചെക്കിൻ്റെ ഒരു ചെക്ക് ലീഫ് ടോട്ടൽ ഫുൾ ഒരു ചെക്ക് ബുക്ക് തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനിയുടെ മുന്നിലേക്ക് ഈ പൈസ എല്ലാം കാണിച്ചത്. ദാ ഈ പൈസ എല്ലാം കണ്ടോ, ഈ പൈസ ഒക്കെ, ഈ ക്യാഷ് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഈ ക്യാഷൊക്കെ നിനക്ക് ഫുൾ എടുക്കാം, കാരണം ഇൻകം ടാക്സ് ഇവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ, ഇത്രമാത്രം ക്യാഷാണ്. അതിനുശേഷം പിന്നെ ചെക്ക് ബുക്ക് എടുത്തിട്ട് കാണിക്കുവാണ്. ദാ ഈ ചെക്ക് ബുക്കിനകത്ത് എല്ലാത്തിനും ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇട്ടുണ്ട്, നിനക്ക് എത്ര രൂപ, എത്ര ഡേറ്റ്, എപ്പോഴൊക്കെ നിനക്ക് വേണോ, നിനക്ക് വേണ്ടപ്പോഴെല്ലാം ഇതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കുക, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിനക്ക് പൈസ പിൻവലിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നീ തിരിച്ച് എന്താണ് എൻ്റെ കയ്യിൽ തരണ്ട, നിൻ്റെ വീട്ടിലേക്ക് നിനക്ക് കൊണ്ടുപോകാം, നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് ചിലവാക്കാം. പക്ഷേ പകരം നീ തരേണ്ടത്, നിനക്ക് വിഷ്ണുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒരു ഒപ്പിട്ട് തരണം. അതായത് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകാൻ തയ്യാറാന്നുള്ള രീതിയിൽ ഒരു പരസ്പര സമ്മതത്തിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് നീ ഒപ്പിട്ട് തരണം. എല്ലാം കഴിഞ്ഞില്ല ശാലിനി, പിന്നെ എന്തിനാ നീ കടിച്ചു തൂങ്ങി അവൻ്റെ ജീവിതത്തിൽ ഇനി നിന്ന് അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ തന്നെ നീ ശല്യമായി തുടരുന്നേ? സത്യഭാമയുടെ വായിന്ന് കേട്ട് ഈ വട്ടം ശാലിനി എന്ത് ചെയ്തില്ല, നട്ടെല്ലാം താഴ്ത്തി സത്യഭാമയുടെ കാല് പിടിച്ച് വീണ്ടും കരയാൻ വേണ്ടി പോകാതെ ശാലിനി നട്ടെല്ലാം നിവർത്തി വെച്ച് തന്നെ ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മേ വിഷ്ണുവായിട്ട് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിൻ്റെ പേര് കാർത്തികൻ തന്നെ, ആ കാർത്തികയുടെ പേര് ഞാൻ അങ്ങോട്ടേക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് തരാം, എന്നിട്ട് അവൾക്ക് എത്ര തുക വേണമെങ്കിലും എഴുതി എടുത്തിട്ട് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ലൈഫിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകാൻ പറ. അപ്പോഴത്തേക്കും സത്യഭാമ അങ്ങ് ഞെട്ടിപ്പോകും, കാരണം ഇവൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന രീതി. അപ്പോഴത്തേക്കും സത്യഭാമ പറയുന്നുണ്ട്, ഇവിടെ നിനക്കും കാർത്തികയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം അവനാണ് നിന്നെ വേണ്ടാതായത്, അവൻ മറ്റൊരു ലൈഫ് ചൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു കുറ്റക്കാരിയല്ല കാർത്തിക, അത് നിൻ്റെ കയ്യിൽ തെറ്റാണ്, നീ ചെയ്ത തെറ്റുകൾ കൊണ്ട് മാത്രം അവൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, നിന്നോടുള്ള വാശി തീർക്കാനാണ് അവൻ ഇങ്ങനൊരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് തന്നെ, അതുകൊണ്ട് നീ മാന്യമായി ഒഴിഞ്ഞു പോകാൻ നോക്ക് ശാലിനി എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ രീതിക്കത്തെ ഒരു താല്പര്യമില്ല എന്ന മട്ടി തന്നെ നിൽക്കുമ്പോൾ, നിനക്ക് വിഷ്ണുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് ഒപ്പിട്ട് വിഷ്ണുവിൻ്റെ ലൈഫിൽ നിന്ന് നീ പോയേ പറ്റത്തുള്ളൂ ശാലിനി എന്ന രീതിക്ക് സത്യഭാമ വീണ്ടും അതേ മാറ്റർ തന്നെ പ്രഷറൈസ് ചെയ്ത് പറയുവാണ്. പെട്ടെന്ന് സത്യഭാമ എന്തൊക്കെ പറഞ്ഞിട്ടും ആ അടവിനകത്തൊന്നും ശാലിനി വീടാതാവും. ലാസ്റ്റ് അടവ് ഇറക്കണം. ദാ ഞാൻ ഇപ്പം വന്നത് വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് വന്നത്, ദാ നിന്നെ കൊണ്ട് ഈ ഡിവോഴ്സ് പെറ്റീഷന് ഒപ്പിട്ടാൽ അവനെ ഒപ്പിടാൻ തയ്യാറാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, നിൻ്റെ കൂടെ അവന് ജീവിക്കാൻ തയ്യാറല്ല എന്നല്ലേ. പിന്നെ നീ ഒപ്പിട്ടാൽ മാത്രം ഡിവോഴ്സ് ആകത്തില്ലോ, അവനും കൂടെ ഒപ്പിട്ടാലല്ലേ ആകത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് അവനോട് ഒരു തെല്ല് സ്നേഹം അവസാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ജീവിതം സ്വസ്ഥമായി കൊടുക്കാൻ നീ ഇതിലേക്ക് ഒപ്പിട്. എന്നിട്ട് എൻ്റെ മകൻ ഒപ്പിട്ടില്ലെങ്കിൽ പിന്നത്തെ കാര്യം പിന്നെ അവന് നിന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അല്ലേ ബാക്കി കാര്യങ്ങളെ ചർച്ച എന്ന് പറയുമ്പോൾ ശാലിനി എന്താണ് ഒപ്പിടാൻ വേണ്ടിയിട്ട് ആ പേപ്പർ കൈനീട്ടി മേടിച്ച് ശാലിനി എന്താണ് സങ്കടമുണ്ട്, ശാലിനിക്ക് സങ്കടമുണ്ട്, ശാലിനി ഈ ഒപ്പിടുന്ന സിഗ്നേച്ചർ ഇടുന്ന ഭാഗത്ത് ഇടുന്നതായിട്ട് കാണിച്ചാണ് ഇനി കാണിക്കാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ എപ്പിസോഡ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസും ലൈക്സ് ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. ബൈ.